ഫുട്ബോൾ രംഗത്ത് നിരവധി കായിക താരങ്ങളെ സമ്മാനിച്ച മൈതാനമാണ് നൂറണിയിലേത്. ജില്ലയിലെ ആദ്യ ഫുട്ബോൾ ടർഫ് ഒരുക്കുന്നതിനായി തിരഞ്ഞെടുത്തതും നൂറണിയിലെ മൈതാനം തന്നെയാണ്. ഷാഫി പറമ്പിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.5 കോടി രൂപ ചിലവഴിച്ചാണ് ഫുട്ബോൾ ടർഫ് ഒരുക്കിയിരിക്കുന്നത്. 2016 ജനുവരിയിൽ അന്നത്തെ കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടക്കാലത്ത് നിലച്ച നിർമ്മാണ പ്രവർത്തികൾ 2016 പുനരാരംഭിച്ചത്. കായിക താരങ്ങളുടെ കഴിവുകൾ വളർത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ജില്ലയിലില്ലെന്ന തിരിച്ചറിവാണ് ടർഫിന്റെ നിർമ്മാണത്തിലേക്ക് വഴിവെച്ചതെന്ന് ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. നമ്മളൊരു സാധാരണ പറയാറുണ്ട്, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു, നമുക്കിപ്പോൾ നല്ല പ്ലേയേഴ്സ് ഉണ്ടാവുന്നില്ല എന്നൊക്കെ. അപ്പം ഉണ്ടാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത്. കളി നടന്നാലല്ലേ കളിക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ ആ കളി നടക്കണമെന്ന് ഇപ്പോൾ ഇവിടുത്തെ PSFC ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അവരൊക്കെ വിദേശത്ത് പോയാൽ പോലും ഫുട്ബോളിനെ പ്രണയിച്ച് വീണ്ടും ഇവിടെ എത്തുന്ന ആളുകൾ നിറയുള്ള ഒരു സ്ഥലത്ത് പ്രസിദ്ധമായ നൂറണി ഫുട്ബോൾ ഗ്രൗണ്ട്, അപ്പോൾ അതിനെ റിനോവേറ്റ് ചെയ്ത് എല്ലാ ദിവസവും കളി നടക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് ഈ നാട്ടുകാരുടെ ഒരു സ്വപ്നമായിരുന്നു. മൈതാനത്ത് വിരിച്ചിരിക്കുന്ന സിന്തറ്റിക് ടർഫ് യൂറോപ്പിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തത്. ഫിഫയുടെ നിയമാവലി പ്രകാരമുള്ള അളവുകളോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മൈതാനം നിരത്തി അടിത്തറയ്ക്ക് മുകളിൽ മണ്ണും അതിനു മുകളിൽ ജെല്ലിയും നിരത്തിയാണ് ടർഫ് വിരിച്ചിരിക്കുന്നത്. 20,000-ലധികം കാണികൾക്ക് ഇരിക്കുന്നതിനുള്ള ഗാലറിയും ഉടൻ നിർമ്മിക്കും. മെഡിക്കൽ കോളേജിന് സമീപം നിർമ്മിക്കുന്ന സിന്തറ്റിക് ട്രാക്കിന് നടുവിലും ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും ഫുട്ബോൾ ടർഫ് നിർമ്മിക്കുന്നതും ഷാഫി പറമ്പിൽ MLAയുടെ പരിഗണനയിലുണ്ട്. ക്യാമറാമാൻ രമേശ് നെന്മാറയ്ക്കൊപ്പം നൗഫൽ നസീർ, റിപ്പോർട്ടർ, പാലക്കാട്.